2025 സെറ്റ് ഇംഗ്ലീഷ് ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് തന്ന ഒരു എക്സാം ആയിരുന്നു. അപ്പൊ നമ്മുടെ പഠന രീതികൾക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു സമയമായിട്ടുണ്ട്. സോ നമ്മൾ 2025 ഒരു ചോദ്യം നമ്മൾ നോക്കാൻ പോവാണ്. The word that caused a long and acrimonious argument because of the different meaning attributed to it between the Americans and the British at a discussion of the Allied force during World War II. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലയളവിൽ അവിടെ ഉണ്ടായിരുന്ന അമേരിക്കൻസിന്റെയും ബ്രിട്ടീഷുകാരുടെയും ചർച്ചകളിൽ അവരുടെ ദേശത്ത് ഉപയോഗിച്ചിരുന്ന ഒരു പദം രണ്ടുപേരും വ്യത്യസ്ത അർത്ഥങ്ങളിലായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വേർഡ് സ്ഥിരം കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരുന്നു. ആ വേർഡ് ഏതാണ് എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. അപ്പൊ ഈ ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചോദ്യത്തിന്റെ ലെവൽ എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നുള്ളത്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് താഴെ തന്നിരിക്കുന്ന വേർഡ്സ് ഏത് ലാംഗ്വേജിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് എന്നല്ല, അല്ലെങ്കിൽ അമേരിക്കൻ ഇംഗ്ലീഷ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് പ്രകാരമുള്ള സ്പെല്ലിങ്ങിനെ കുറിച്ചല്ല ചോദിച്ചിട്ടുള്ളത്. മറിച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലയളവിൽ അമേരിക്കൻസിനും ബ്രിട്ടീഷിനും ഇടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയ ഒരു വേർഡ് ഉണ്ടായിരുന്നു. ആ വേർഡ് ഏതാണ് എന്നാണ് ചോദ്യം. സോ ഇത്തരത്തിലുള്ള പല ചോദ്യങ്ങളും നമുക്ക് 2025 സെറ്റ് എക്സാമിന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ സെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും വ്യത്യസ്ത ക്ലാസ്സുകളിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏവർക്കും എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. സെറ്റ് എക്സാമിലെ 2025 ചോദ്യം ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ, മൈ പ്ലേസ് 1987 ഈസ് ദ ഓട്ടോബയോഗ്രഫി ഓഫ് ഡാഷ്. ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ആ ഒരു ഓതറിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചു വെച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം എളുപ്പത്തിൽ ഉത്തരം ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. മൈ പ്ലേസ് എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ആരുടെ ആത്മകഥയാണ്? താഴെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും ഇത് വ്യത്യസ്ത ദേശക്കാരായിട്ടുള്ള അഥവാ ബ്രിട്ടീഷ് റൈറ്റേഴ്സിന്റെ പേരല്ല, അതർ കൺട്രീസിലുള്ള ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സിന്റെ, അതുപോലെ ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സിന്റെ ഒക്കെ പേര് നിങ്ങൾക്ക് ഈ ഒരു കൂട്ടത്തിൽ കാണാൻ കഴിയും. അപ്പൊ നമ്മുടെ ഉത്തരം വരുന്നത് സാലി മോഗൻ ആണ് കേട്ടോ. സാലി മോഗൻ ആണ്. സോ സാലി മോഗനിലേക്ക് വരുന്ന സമയത്ത് മൈ പ്ലേസ് ഈസ് ദ ഓട്ടോബയോഗ്രഫി ഓഫ് മോഗൻ. ദിസ് ബുക്ക് ഈസ് എ സിഗ്നിഫിക്കന്റ് വർക്ക് ഇൻ അബോറിജിനൽ ഓസ്ട്രേലിയൻ ലിറ്ററേച്ചർ. അപ്പൊ അബോറിജിനൽ ഓസ്ട്രേലിയൻ ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു റൈറ്റർ ആണ് സാലി മോഗൻ എന്ന് പറയുന്നത്. അവരുടെ ആത്മകഥയാണ് മൈ പ്ലേസ്. So it details Morgan's personal journey of discovering her family's history and her aboriginal heritage. അബോറിജിനൽ എന്ന് പറയുമ്പോൾ ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്ന ഒരു ചിന്താഗതിയാണ് അബോറിജിനൽ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയുടെ യഥാർത്ഥ സത്വത്തെ കണ്ടെത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ചിന്താധാരയാണ് അബോറിജിനൽ എന്ന് പറയുന്നത്. അപ്പൊ അബോറിജിനൽ ഓസ്ട്രേലിയ എന്ന പേരിൽ തന്നെ കവിതകളുണ്ട് അല്ലെ. അപ്പൊ തന്റെ യഥാർത്ഥ കുടുംബത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും കുടുംബത്തിന്റെ യഥാർത്ഥ ചരിത്രത്തെക്കുറിച്ചും അതിലേക്കുള്ള യാത്ര വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന ഒരു കൃതിയാണ് മൈ പ്ലേസ്. ഇപ്പൊ ഈ അബോറിജിനൽ റൈറ്റേഴ്സ് അല്ലെങ്കിൽ ഡയസ്പോറിക് റൈറ്റേഴ്സിന്റെ പ്രത്യേകത അവരുടെ ഉള്ളിൽ എപ്പോഴും തന്റെ ജന്മനാടിനോടുള്ള ഒരു സ്നേഹം ഉണ്ടാകും. അപ്പൊ അവർ എവിടെയാണ് എങ്കിലും ജന്മനാടിലേക്ക് പോകാനും അവിടെ സമയം ചിലവഴിക്കാനുള്ള അതിയായ ആഗ്രഹം ഉണ്ടാകും. അവരുടെ എഴുത്തുകളിൽ കൂടുതലായിട്ടും നിഴലിക്കുന്നതും ആ ഒരു സംഗതി തന്നെയാണ്. സോ വിച്ച് വാസ് പ്രീവിയസ്ലി ഹിഡൻ ഫ്രം ഹെർ. സോ അബോറിജിനൽ ഹെറിറ്റേജ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയുടെ യഥാർത്ഥ പാരമ്പര്യമാണ്. അത് അവരിൽ നിന്നും മറച്ചു വെക്കപ്പെട്ട ഒരു പാരമ്പര്യമായിരുന്നു. സോ അത് റിവീൽ ചെയ്യുന്നതിന് വേണ്ടി അവർ നടത്തിയ യാത്രയാണ് മൈ പ്ലേസ് എന്ന ഓട്ടോബയോഗ്രഫിയിലൂടെ പറയുന്നത്. ഓക്കെ അല്ലേ? സോ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു. ദെൻ മറ്റൊരു ചോദ്യമാണ്, ഐഡന്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെന്റ്സ്. താഴെ തന്നിരിക്കുന്നതിലോ ശരിയായിട്ടുള്ള പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്?
ഇത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ചോദ്യമാണ്, നമ്മുടെ ഒഫീഷ്യൽ ആൻസർക്ക് വന്നിട്ടില്ല. എന്ത് തന്നെയായിരുന്നാലും നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് സാമുവൽ ബെക്കറ്റ് മെറ്റ് ജെയിംസ് ജോയ്സ് ഇൻ പാരീസ്. സാമുവൽ ബെക്കറ്റ് നമ്മുടെ ജെയിംസ് ജോയ്സിനെ, മറ്റൊരു റൈറ്ററാണ് ജെയിംസ് ജോയ്സ്, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. സാമുവൽ ബെക്കറ്റിന്റെ കാലഘട്ടത്തിലെ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള റൈറ്ററാണ് ജെയിംസ് ജോയ്സ്. അവർ തമ്മിൽ പാരീസിൽ വെച്ച് കണ്ടുമുട്ടി എന്നാണ് പറയുന്നത്. യെസ്, അത് കറക്റ്റ് ആണ്. സാമുവൽ ബെക്കറ്റും ജെയിംസ് ജോയ്സും എവിടെ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ടോ? പാരീസിൽ വെച്ച് തന്നെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ദെൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്, ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ കാര്യത്തിലാണ് നമുക്ക് ചെറിയൊരു ആശയക്കുഴപ്പം ഉള്ളത്. ബെക്കറ്റ് സെർവ്ഡ് ഫോർ എ വൈൽ ആസ് ജോയ്സ് സെക്രട്ടറി. വളരെ കുറച്ചു നാള് ജെയിംസ് ജോയ്സിന്റെ സെക്രട്ടറി ആയിട്ട് സാമുവൽ ബെക്കറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ്. സോ നമുക്കത് വേണമെങ്കിൽ ശരിയാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്രസ്താവനയാണ്. ഒഫീഷ്യലി സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ല എങ്കിലും ജെയിംസ് ജോയ്സിന് ഒരു കുറഞ്ഞ കാലയളവിൽ ആര് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്? സാമുവൽ ബെക്കറ്റ് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ സെറ്റിന് എന്ത് ആൻസർ കീ ഒഫീഷ്യലി വരും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അപ്പൊ നമുക്ക് രണ്ട് തരത്തിലും ഇത് പറയാം. കാരണം ഒഫീഷ്യലി ഒരു സെക്രട്ടറി എന്ന രീതിയിൽ എടുത്ത് പറയുന്നില്ല കേട്ടോ. നമുക്ക് തൽക്കാലം ഞാനിവിടെ ബോത്ത് 1 and 2 എന്ന് കൊടുക്കുകയാണ്. ബോത്ത് 1 and 2 എന്ന് കൊടുക്കുകയാണ്. കാരണം വളരെ കുറഞ്ഞ കാലയളവിൽ ജെയിംസ് ജോയ്സിന്റെ എഴുത്തുകളിലും മറ്റും സഹായിച്ചുകൊണ്ട് ആര് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്? സാമുവൽ ബെക്കറ്റ് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാമുവൽ ബെക്കറ്റ് മെറ്റ് ജെയിംസ് ജോയ്സ് ഇൻ പാരീസ് ഇൻ ദ ലൈറ്റ് 1920s. 1920കളുടെ അവസാനത്തിലാണ് നമ്മുടെ ജെയിംസ് ജോയ്സും സാമുവൽ ബെക്കറ്റും എവിടെ വെച്ച് കണ്ടുമുട്ടുന്നത്? പാരീസിൽ വെച്ച് കണ്ടുമുട്ടുന്നത്. അപ്പൊ കണ്ടുമുട്ടുന്ന സ്ഥലം ഓർത്തിരിക്കുക, പാരീസ് ആണ്. ബെക്കറ്റ് വാസ് എ യങ് റൈറ്റർ അറ്റ് ദ ടൈം. ആ സമയത്ത് സാമുവൽ ബെക്കറ്റ് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ മുന്നോട്ട് വരുന്ന ഒരു സമയമായിരുന്നു. അദ്ദേഹം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല. എന്നാൽ ജെയിംസ് ജോയ്സ് വാസ് ഓൾറെഡി ആൻ എസ്റ്റാബ്ലിഷ്ഡ് ഓതർ. ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ജെയിംസ് ജോയ്സ് ഓൾറെഡി ഒരു റൈറ്റർ എന്ന രീതിയിൽ വളർന്നു വന്നിട്ടുണ്ടായിരുന്നു. Then their relationship was complex and intense and influenced both of their lives. പല റൈറ്റേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് വളരെ ഇന്റൻസ് ആണ്, വളരെ കോംപ്ലക്സ് ആണ്. ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണ് അവരുടെ ഇടയിലുള്ളത് നമുക്ക് പറയാൻ കഴിയാത്ത മാത്രം ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു അവർ തമ്മിൽ ഉണ്ടായിരുന്നത്. Then why not officially employed as a secretary? ഇവിടെയാണ് നമ്മുടെ വിഷയം വരുന്നത്. അദ്ദേഹം ഔദ്യോഗികമായിട്ടുള്ള ഒരു സെക്രട്ടറി പദവി അലങ്കരിച്ചില്ല എങ്കിലും Samuel Beckett did act as a kind of personal assistant to James Joyce in Paris. ജെയിംസ് ജോയ്സിനെ പാരീസിൽ വെച്ച് ആര് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്? സാമുവൽ ബെക്കറ്റ് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1930s അസിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ 1920കളിലാണ് കണ്ടുമുട്ടുന്നത്. ദെൻ 1930കളിൽ അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്തു. ദെൻ അസിസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്ന രചന ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. ഹെൽപ്പിംഗ് വിത്ത് റിസർച്ച്, transcribing dictation and essentially acting as a de facto secretary. സോ ഇവിടെ ഡിഫാക്ടോ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ആണ്. ഒറിജിനൽ എന്ന അർത്ഥത്തിനാണ്, യഥാർത്ഥത്തിലുള്ള എന്ന അർത്ഥത്തിനുള്ള ഒരു ഫോറിൻ വേർഡാണ് ഡിഫാക്ടോ. അപ്പൊ ഒരു ഡിഫാക്ടോ സെക്രട്ടറി എന്ന നിലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഗവേഷണങ്ങളിൽ സഹായിക്കാനും അതേപോലെ ട്രാൻസ്ക്രൈബിംഗ് ഡിക്റ്റേഷൻ, പറയുന്ന കാര്യങ്ങൾ എഴുതുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാം. റൈറ്റേഴ്സ് ചിലപ്പോൾ അങ്ങനെ എഴുതാൻ വേണ്ടി ആളുകളെ അസിസ്റ്റന്റ് ആയിട്ട് വെക്കാറുണ്ട് അല്ലെ, അവർ പറയുന്ന കാര്യങ്ങൾ എഴുതാനോ ടൈപ്പ് ചെയ്യാനോ. സോ പർട്ടിക്കുലർലി വൈൽ ജോയ്സ് വാസ് വർക്കിംഗ് ഓൺ ഫിനേഗൻസ് വേക്ക് എന്ന് പറയുന്ന വർക്കായിരുന്നു ആ സമയത്ത് അവർ എഴുതിക്കൊണ്ടിരുന്നത്, ജെയിംസ് ജോയ്സ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? സോ അവിടെ ഡിഫാക്ടോ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു പ്രയോഗം വന്നത് കൊണ്ടാണ് നമുക്ക് ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 1 and 2 കറക്റ്റ് നമുക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഒഫീഷ്യലി സെക്രട്ടറി എന്ന് പറയില്ല എങ്കിലും യഥാർത്ഥത്തിൽ ഒരു സെക്രട്ടറി ചെയ്യേണ്ട ഡ്യൂട്ടീസ് എല്ലാം തന്നെയായിരുന്നു ആര് ചെയ്തിരുന്നത്? സാമുവൽ ബെക്കറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ സി തന്നെ ഉത്തരമായി വരും എന്ന് പ്രതീക്ഷിക്കാം. അടുത്ത ചോദ്യം, the old English dialect in which there is the greatest number of extant words. താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഓൾഡ് ഇംഗ്ലീഷിലാണ് ഏറ്റവും കൂടുതൽ വർക്ക്സ് വന്നിട്ടുള്ളത്? ഏറ്റവും കൂടുതൽ വർക്ക്സ് വന്നിട്ടുള്ള ഓൾഡ് ഇംഗ്ലീഷ് ഡയലക്ട് ഏതാണ് എന്നാണ് ചോദ്യം. സോ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് വെസ്റ്റ് സാക്സണിലാണ് അല്ലെ, ഓപ്ഷൻ ഡിയിലാണ് കേട്ടോ. വെസ്റ്റ്
സാക്സൺ ഡയലക്റ്റിലാണ്. അപ്പൊ പ്രധാനപ്പെട്ട ഓൾഡ് ഇംഗ്ലീഷിലെ ഡയലക്റ്റുകളാണ് താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിലുള്ളത്. ഇതിൽ വെസ്റ്റ് സാക്സണിലാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് കേട്ടോ. മോസ്റ്റ് എക്സ്റ്റെന്റ് ഓൾഡ് ഇംഗ്ലീഷ് റൈറ്റിംഗ്സ് ആർ ഇൻ ദ വെസ്റ്റ് സാക്സൺ ഡയലക്ട്. The first great period of literary activity occurred during the reign of King Alfred the Great in the 9th century. ആദ്യമായിട്ട് മഹത്തായ എഴുത്തുകൾക്ക് തുടക്കം കുറിക്കുന്നത് കിങ് ആൽഫ്രഡ് ദ ഗ്രേറ്റ്. കിങ് ആൽഫ്രഡ് ദ ഗ്രേറ്റിന്റെ ഭരണ കാലഘട്ടത്തിലാണ്. അപ്പൊ ആ ഒരു കിങ്ങിന്റെ പേരും കൂടി ഓർത്തിരിക്കുക, റെയിൻ ഓഫ് കിങ് ആൽഫ്രഡ് ദ ഗ്രേറ്റ്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം. ഇത് എല്ലാ സെറ്റ് എക്സാമുകൾക്കും ചോദിക്കുന്ന ഒരു ടൈപ്പിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നിലധികം ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ലിസ്റ്റ് 1 റൈറ്റേഴ്സിന്റെ അല്ലെങ്കിൽ അവരുടെ വർക്ക്സിന്റെ പേര്, ലിസ്റ്റ് 2 റൈറ്റേഴ്സിന്റെ പേര്. ഇവിടെ ലിസ്റ്റ് 1 പോം ആണ്, പോംസിന്റെ പേരും ലിസ്റ്റ് 2 പോയറ്റ്സിന്റെ പേരും. ഇത് തമ്മിൽ കണക്ട് ചെയ്യാനാണ്. നമുക്ക് നോക്കാം. ദ ഡെസേർട്ടഡ് വില്ലേജ്. ദ ഡെസേർട്ടഡ് വില്ലേജ് എന്ന പോം എഴുതിയിരിക്കുന്നത് ഒലിവർ ഗോൾഡ് സ്മിത്ത് ആണ് കേട്ടോ. ഒലിവർ ഗോൾഡ് സ്മിത്ത്. ഇപ്പൊ ഓപ്ഷൻസ് എഴുതുന്ന സമയത്ത് നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. A3 ആയിട്ട് വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയുണ്ട്? ഓപ്ഷൻ എയിലും ഡിയിലും ഉണ്ട്. അപ്പൊ നമുക്ക് സിയും ബിയും ആദ്യം തന്നെ അങ്ങ് വെട്ടാം. ബാക്കി 2 ഓപ്ഷൻസ് നമുക്ക് നോക്കിയാൽ മതി. ടു ജോൺ ഡൺ എന്ന് പറയുന്ന പോം എഴുതിയിട്ടുള്ളത് ബെൻ ജോൺസൺ ആണ് കേട്ടോ. ബെൻ ജോൺസൺ ആണ്. Then the disappointment എഴുതിയിരിക്കുന്നത് ആഫ്ര ബെൻ ആണ്. അപ്പൊ നമുക്ക് ഉത്തരമായിട്ടുണ്ടാവും B1. രണ്ടാമത്തത് നോക്കിയപ്പോൾ തന്നെ ഉത്തരമായിട്ടുണ്ട് അല്ലെ. രണ്ടാമത്തത് B1 വന്നിട്ടുള്ളത് ഇവിടെ മാത്രമേ ഉള്ളൂ. Then C2 ആണ്, ആഫ്ര ബെൻ. Then അലോയ്സ് ടു ആബ്ലേർഡ് എന്നുള്ളത് അലക്സാണ്ടർ പോപ്പ് എന്ന് എഴുതിയിട്ടുള്ളതാണ്, അലക്സാണ്ടർ പോപ്പ്. ഓക്കെ അല്ലേ? സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. സോ നമുക്ക് നോക്കാം. ദ ഡെസേർട്ടഡ് വില്ലേജ് ഈസ് എ പോം ബൈ ഒലിവർ ഗോൾഡ് സ്മിത്ത് പബ്ലിഷ്ഡ് ഇൻ 1770. 1770 ഒലിവർ ഗോൾഡ് സ്മിത്ത് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പോമാണ്. ഇറ്റ് ഈസ് എ വർക്ക് ഓഫ് സോഷ്യൽ കമന്ററി ആൻഡ് കണ്ടംസ് റൂറൽ ഡീപോപ്പുലേഷൻ ആൻഡ് പേഴ്സ്യൂട്ട് ഓഫ് എക്സസീവ് വെൽത്ത്. സോ ഇത് ഒരു സോഷ്യൽ കമന്ററി ആണ്. അപ്പൊ സാമൂഹിക വ്യവസ്ഥിതിയെ കുറിച്ചുള്ള ഒരു പോമാണ്. പ്രത്യേകിച്ച് ഉൾനാടൻ പ്രദേശങ്ങളിലെ ജനസംഖ്യ കുറഞ്ഞു വരികയാണ് അല്ലെ. അപ്പൊ അതിനെക്കുറിച്ചും ആൻഡ് ദ പേഴ്സ്യൂട്ട് ഓഫ് എക്സസീവ് വെൽത്ത്, ഒരുപാട് ധനങ്ങളുടെ പിന്നാലെ ഓടുകയാണ് ആളുകൾ. പട്ടണ പ്രദേശങ്ങളിൽ ജനസംഖ്യ കൂടാനുള്ള കാരണം എന്താ? ഗ്രാമപ്രദേശങ്ങളിൽ വരുമാന മാർഗം കുറവാണ് എന്ന ധാരണയിലാണല്ലോ. അപ്പോൾ ആ ഒരു സംഗതിയെ അപലപിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ളതാണ്. കണ്ടംസ് റൂറൽ ഡിപോപ്പുലേഷൻ, ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾ കുറയുന്നതിനെ കുറിച്ചും സമ്പത്തിന് പിറകെയുള്ള ജനങ്ങളുടെ ഒരു പരക്കം പാച്ചിലിനെതിരെയും എഴുതിയിട്ടുള്ള ഒരു പോമാണ് ദ ഡെസേർട്ടഡ് വില്ലേജ്. പേര് തന്നെ കണ്ടില്ലേ, ദ ഡെസേർട്ടഡ് വില്ലേജ്, വിജനമാകുന്ന ഗ്രാമം. ദെൻ ടു ജോൺ ഡൺ എന്ന പോം എഴുതിയിരിക്കുന്നത് ബെൻ ജോൺസൺ ആണ്. നമ്മളിവിടെ പറഞ്ഞില്ലേ, ബെൻ ജോൺസൺ ആണ് എഴുതിയിരിക്കുന്നത്. ദെൻ ബെൻ ജോൺസൺ എഴുതിയിട്ടുള്ളത് ദ പോം പ്രൈസസ് ജോൺ ഡൺ, നമ്മുടെ മെറ്റാഫിസിക്കൽ പോയറ്റ് ആയിട്ടുള്ള, മെറ്റാഫിസിക്കൽ പോയട്രിക്ക് തുടക്കം കുറിച്ചിട്ടുള്ള ജോൺ ഡണ്ണിനെ പ്രൈസ് ചെയ്ത് എഴുതിയിട്ടുള്ളതാണ്. ദെൻ ദ ഡിസപ്പോയിന്റ്മെന്റ്, നിരാശ എന്ന അർത്ഥത്തിലുള്ള പോം റിട്ടേൺ ബൈ ആഫ്ര ബെൻ ആണ് എഴുതിയിട്ടുള്ളത്. That seems to challenge the established roles of men and women in society. സമൂഹത്തിൽ സ്ത്രീ പുരുഷന്മാർക്ക് നൽകിയിട്ടുള്ള ചില പദവികളുണ്ട്. ആ പദവികളെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള രചനയാണ് ആഫ്ര ബെന്റെ ദ ഡിസപ്പോയിന്റ്മെന്റ്. In order to revise the oppressive presentations of power in relation to gender roles, often notable in the poetic construction of romance sexuality. അപ്പൊ ഇതിലൂടെ സ്ത്രീ പുരുഷ വിവേചനം, സ്ത്രീകൾക്ക് ഇന്ന കാര്യങ്ങളെ ചെയ്യാവൂ, പുരുഷന്മാർ ഇന്നതാണ് ചെയ്യേണ്ടത് എന്ന തരത്തിലുള്ള സമൂഹത്തിന്റെ ഒരു ജെൻഡർ റോൾ, അല്ലെങ്കിൽ സമൂഹം കൽപ്പിക്കുന്ന ജെൻഡർ റോൾ എന്ന് പറഞ്ഞാൽ സ്ത്രീക്കും പുരുഷനും ചെയ്യേണ്ട ചില കർത്തവ്യങ്ങളെ കുറിച്ച് സൊസൈറ്റി ഒരു കാഴ്ചപ്പാട് വെക്കുന്നുണ്ട്. അതാണ് ജെൻഡർ റോൾ. അപ്പൊ ആ ഒരു ജെൻഡർ റോളിനെതിരെ, അടിച്ചമർത്തപ്പെടുന്ന ജെൻഡർ റോളിനെതിരെ എഴുതിയിട്ടുള്ള ഒരു പോമാണ് ഇതാ.
ഓക്കെ അല്ലേ? ദെൻ നമ്മൾ അവസാനമായിട്ട് പറഞ്ഞത് എലോയിസ ടു അബലാഡ്. ഇറ്റ് ഈസ് എ വേഴ്സ് എപ്പിസ്റ്റൽ ബൈ അലക്സാണ്ടർ പോപ്പ്. അലക്സാണ്ടർ പോപ്പ്, പ്രശസ്തനായിട്ടുള്ള അലക്സാണ്ടർ പോപ്പ് എഴുതിയിട്ടുള്ള ഒരു വേഴ്സ് എപ്പിസ്റ്റൽ ആണ് ഇത്. സോ വേഴ്സ് എപ്പിസ്റ്റൽ ആണ്. അപ്പൊ ഒരു കത്ത് ഒരു പദ്യ രൂപത്തിൽ എഴുതിയിരിക്കുന്നതാണ്. എപ്പിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ലെറ്റർ എന്ന അർത്ഥത്തിനാണ് കേട്ടോ. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1717 1717 ആൻഡ് ബേസ്ഡ് ഓൺ എ വെൽ നോൺ മിഡീവൽ സ്റ്റോറി. വളരെ സുപരിചിതമായിട്ടുള്ള ഒരു മിഡീവൽ സ്റ്റോറി ബേസ് ചെയ്തിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. സോ ഏതാണ് ആ ഒരു സ്റ്റോറി? ദ പോം ഡിസ്കസസ് ദ ഇൽ ഫൈറ്റഡ് ലവ് അഫെയർ ഓഫ് എ റിയൽ ലൈഫ് കപ്പിൾ ഫ്രം 12th century ഫ്രാൻസ്. 12ാം നൂറ്റാണ്ടില് ഫ്രാൻസിൽ ഉണ്ടായിരുന്ന രണ്ട് ദമ്പതിമാർ തമ്മിലുള്ള സ്നേഹം. അത് ഹെലോയിസ് ഡെ ആർഗൻറ്റ്യൂൾ, എ ഗിഫ്റ്റഡ് 80-year-old സ്റ്റുഡന്റ്, 18 വയസ്സുള്ള വളരെ സമർത്ഥയായിട്ടുള്ള ഒരു വിദ്യാർത്ഥിനിയാണ്. ആൻഡ് പീറ്റർ അബലാഡ്, എ റിനൗണ്ട് ഫ്രഞ്ച് സ്കോളർ. പീറ്റർ അബലാഡ് എന്ന് പറയുന്ന ഒരു സ്കോളർ. അപ്പൊ ഒരു സ്കോളറും സ്റ്റുഡന്റും തമ്മിലുള്ള ലവ് അഫെയറിനെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. സ്കോളർ, ഫിലോസഫർ ആൻഡ് പോയറ്റ് ഓഫ് ദ മിഡീവൽ എറ ഹു വാസ് 20 years older than ഹെലോയിസ്. ഹെലോയിസിയേക്കാൾ 20 വയസ്സിന് മുതിർന്ന ആളാണ്, 20 വയസ്സ് കൂടുതലുള്ള ആളാണ് നമ്മുടെ പോയറ്റ് ആയിട്ടുള്ള പീറ്റർ. അപ്പൊ പീറ്ററും ഈ ഹെലോയിസിയും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധത്തെ കുറിച്ചാണ്, ആ ഒരു ലവ് അഫെയറിനെ കുറിച്ചാണ് ഈ ഒരു സ്റ്റോറിയിൽ, ഈ ഒരു വേഴ്സ് എപ്പിസ്റ്റലിൽ പറയുന്നത്. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു മിഡീവൽ സ്റ്റോറിയാണ്. നിങ്ങൾ ചിലപ്പോൾ അത് കേട്ടിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു മിഡീവൽ സ്റ്റോറി ബേസ് ചെയ്ത് അലക്സാണ്ടർ പോപ്പ് എഴുതിയിട്ടുള്ളതാണ്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, എ 14th century work which has been called a multi-layered allegory combining Christian history, social satire, an account of the individual soul's quest for salvation. ഒരുപാട് അലിഗറീസ് കമ്പൈൻ ചെയ്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു ലിറ്റററി വർക്കായിട്ട് കരുതപ്പെടുന്ന 14ാം നൂറ്റാണ്ടിലെ രചന ഏത് എന്നാണ് ചോദ്യം. സോ അലിഗറി എന്ന് പറഞ്ഞാൽ ഹിഡൻ മീനിങ് എന്ന അർത്ഥത്തിനാണ് കേട്ടോ. ഒരുപാട് ഹിഡൻ മീനിങ് ഉള്ള ഒരു ലിറ്റററി വർക്കാണ്. അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ക്രിസ്ത്യൻ ഹിസ്റ്ററി വരുന്നുണ്ട്, ക്രിസ്തീയ ചരിത്രം, സോഷ്യൽ സറ്റയർ, സാമൂഹിക ആക്ഷേപഹാസ്യങ്ങൾ, അതുപോലെ തന്നെ മോചനത്തിന് വേണ്ടിയുള്ള മനുഷ്യ ആത്മാവിന്റെ ആഗ്രഹം, ഇവയെല്ലാം കമ്പൈൻ ചെയ്ത് വരുന്ന ഒരു മൾട്ടി ലയേർഡ് അലിഗറി ആയിട്ട് കാണപ്പെടുന്ന 14ാം നൂറ്റാണ്ടിലെ രചന പിയേഴ്സ് പ്ലോമാൻ ആണ് കേട്ടോ. പിയേഴ്സ് പ്ലോമാൻ വളരെ പ്രശസ്തമായിട്ടുള്ളതാണ്. ഈ രചന പിൽക്കാലത്ത് പല രചനകളിലും ഉണ്ടാകാനുള്ള പ്രചോദനമായിട്ടുണ്ട്. സോ പിയേഴ്സ് പ്ലോമാൻ, ഇറ്റ് ഈസ് എ മിഡിൽ ഇംഗ്ലീഷ് അലിഗോറിക്കൽ നറേറ്റീവ് പോം ബൈ വില്യം ലാംഗ്ലാൻഡ് എഴുതിയിട്ടുള്ള ഒരു നറേറ്റീവ് പോയമാണ്. ഇറ്റ് ഈസ് റിട്ടേൺ ഇൻ അൺറൈംഡ് alliterative words divided into sections called passages. അപ്പൊ ഇതിൽ വ്യത്യസ്ത സെക്ഷൻസ് അഥവാ പാസസ് എന്നാ പറയുക. ഇതിലെ സെക്ഷൻസിന്റെ പാസസ് എന്നാ പറയുക. ഒരുപാട് പ്രോസസ് ആയിട്ട് തരംതിരിച്ച് എഴുതിയിട്ടുള്ള ഒരു പോമാണ്. Then Piers Plowman is considered by many critics to be one of the greatest work of English literature of the Middle Ages, preceding and even influencing Chaucer's contemporary tales. ചൗസറിന്റെ contemporary tales-നെ പോലും ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു മഹത്തായ രചനയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. So Piers Plowman contains the first non-reference to a literary tradition of Robin Hood tales. റോബിൻ ഹുഡിന്റെ കഥകളോട് ഒരു റെഫറൻസ് ഉള്ള ആദ്യകാല രചനകളിൽ ഒന്നാണ് പിയേഴ്സ് പ്ലോമാൻ. So Piers Plowman contains the first non-reference to a literary tradition of Robin Hood tales. കേട്ടോ, അതുകൂടി ഓർത്തിരിക്കുക. റോബിൻ ഹുഡിന്റെ കഥകൾ കേട്ടിട്ടുണ്ടാവും. റോബിൻ ഹുഡിന്റെ കഥകൾ കാലങ്ങളായിട്ട് പ്രചരിക്കുന്ന കഥകളാണ്. അപ്പൊ അതിലേക്കുള്ള ആദ്യത്തെ റെഫറൻസ് ഒക്കെ വരുന്നത് ഈ ഒരു പിയേഴ്സ് പ്ലോമാനിലാണ് കേട്ടോ. എ മോഡേൺ വേർഡ്സ് ട്രാൻസ്ലേഷൻ, അതിന്റെ ഒരു ട്രാൻസ്ലേഷന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പീറ്റർ സാറ്റേൺ എന്ന് പറയുന്ന ഒരു റൈറ്ററിന്റെ ട്രാൻസ്ലേഷന്റെ കവർ പേജ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് 14ാം നൂറ്റാണ്ടിൽ എഴുതിയിട്ടുള്ളതാണ്. വില്യം ലാംഗ്ലാൻഡ് 14ാം നൂറ്റാണ്ടിൽ എഴുതിയിട്ടുള്ള ഒരു വേർഡ്സ് ആണ്. അലിഗോറിക്കൽ നറേറ്റീവ് പോം ആണ് ഇത്. ഓക്കെ അല്ലേ? Then അടുത്ത ചോദ്യം, the legend of the Knight of the Red Cross is mentioned in. ഇതിഹാസ പുരുഷനായിട്ടുള്ള Knight of the Red Cross, Knight of the Red Cross, Knight of the Red Cross എന്ന് പറയുന്ന ക്യാരക്ടർ മെൻഷൻ ചെയ്തിട്ടുള്ളത്
ഏത് കൃതിയിലാണ്? അപ്പൊ നൈറ്റ് ഓഫ് ദ റെഡ് ക്രോസ് ഏത് കൃതിയിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്? ഏത് കൃതിയിലാണെന്ന് ചോദിച്ചാൽ ഫെയറി ക്യൂൻ ആണ് ഉത്തരം കേട്ടോ, ഫെയറി ക്യൂൻ. The legend of the Knight of the Red Cross is mentioned in Edmund Spenser's epic poem The Fairy Queen. എഡ്മണ്ട് സ്പെൻസറുടെ The Fairy Queen കണ്ടില്ലേ, The Fairy Queen എന്ന് പറയുന്ന ഈ ഒരു പോമിലാണ്, എപ്പിക് പോമിലാണ് The Legend of the Knight of the Red Cross എന്ന് പറയുന്ന ക്യാരക്ടർ വരുന്നത്. It is a story told in the first book of the poem. ഈ കവിതയിലെ ആദ്യത്തെ ബുക്കിൽ തന്നെ ഈ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. Where the main character is called the Red Cross Knight, representing the virtue of holiness. അപ്പൊ ഒരു ദൈവികത അല്ലെങ്കിൽ വിശുദ്ധിയുടെ പ്രതീകമായിട്ടാണ്, നന്മയുടെ പ്രതീകമായിട്ടാണ് നമ്മുടെ ആര് വരുന്നത്? റെഡ് ക്രോസ്, ദ നൈറ്റ് ഓഫ് ദി റെഡ് ക്രോസ് വരുന്നത്. സോ അടുത്ത ചോദ്യം, where angels fear to tread borrows its title from. ചോദ്യം നന്നായിട്ട് ശ്രദ്ധിക്കുക. where angels fear to tread, ഇതൊരു നോവലിന്റെ പേരാണ്. ഈ പേര് കടമെടുത്തിരിക്കുന്നത് മറ്റൊരു ഫേമസ് ആയിട്ടുള്ള റൈറ്ററിന്റെ വർക്കിൽ നിന്നാണ് അല്ലെ. ചോദ്യം ഏത് വർക്കിൽ നിന്നാണ് അല്ലെങ്കിൽ ആരുടെ വർക്കിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളതെന്നാണ് ചോദ്യം അല്ലെ. ബോറോസ് ഇറ്റ്സ് ടൈറ്റിൽ ഫ്രം, എവിടെ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്? സോ വെയർ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ് എന്ന് പറയുന്നത് നോവലാണ്. ആ നോവൽ എഴുതിയിരിക്കുന്നത് E.M. ഫോസ്റ്റർ ആണ് കേട്ടോ. വെയർ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ് എന്ന് പറയുന്ന നോവൽ എഴുതിയിരിക്കുന്നത് E.M. ഫോസ്റ്റർ ആണ്. നമ്മുടെ ചോദ്യം അത് ആര് എഴുതിയെന്നല്ല, ഈ ഒരു ടൈറ്റിൽ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്, ആരുടെ രചനയിൽ നിന്നാണ് എടുത്തിരിക്കുന്നതാണ് ചോദ്യം. അലക്സാണ്ടർ പോപ്പിന്റെ രചനയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, അലക്സാണ്ടർ പോപ്പിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. സോ വെയർ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ് ഈസ് 1905 നോവൽ ബൈ E.M. ഫോസ്റ്റർ. 1905 E.M. ഫോസ്റ്റർ എഴുതിയിട്ടുള്ള ഒരു നോവലാണ് ഇത്. ദ ടൈറ്റിൽ കംസ് ഫ്രോം എ ലൈൻ ഇൻ അലക്സാണ്ടർ പോപ്സ് പോയം An essay on criticism. എന്ന അലക്സാണ്ടർ പോപ്പിന്റെ ഒരു എസ്സേയിൽ നിന്നാണ്, ഒരു പോമിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. Four fools rush in where angels fear to tread. ഏഞ്ചൽസ് പ്രവേശിക്കാൻ ഭയക്കുന്ന സ്ഥലത്ത് വിഡ്ഢികൾ എന്ത് ചെയ്യും? തിരക്കൂട്ടും അല്ലെ. അഥവാ ഏഞ്ചൽസ് കയറാൻ മടിക്കുന്ന സ്ഥലത്ത്, അതായത് ഏഞ്ചൽസിന് ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് വിഡ്ഢികൾക്ക് അങ്ങനെയൊന്നുമില്ല, വിഡ്ഢികൾ അവിടെ ഇരച്ചു കയറും എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ഇതാണ് ആ ഒരു നോവലിന്റെ കവർ പേജ്. സോ ദിസ് ഫ്രൈസ് എസെൻഷ്യലി മീൻസ് ദാറ്റ് foolish people will readily enter situations that even angels would be cautious about. ഏഞ്ചൽസ് പോലും ഭയക്കുന്ന അല്ലെങ്കിൽ അവർ പോലും ശ്രദ്ധിക്കുന്ന സ്ഥലത്ത് ഒരു ചിന്തയും കൂടാതെ ആര് ചെന്ന് വീഴും? ഫൂൾസ് ചെന്ന് വീഴും എന്നാണ് ഇതിനകത്ത് പറയുന്നത്. Highlighting the idea of recklessness in the face of danger or complexity. അപ്പൊ അപകടം അല്ലെങ്കിൽ സങ്കീർണത ഉള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങൾ ശ്രദ്ധിക്കാത്തവർ വിഡ്ഢികളാണെന്നാണ് അർത്ഥം അല്ലെ. ഏഞ്ചൽസ് പോലും ചില കാര്യങ്ങളെ കുറിച്ചോ അവർക്ക് പ്രത്യേക പരിഗണന കിട്ടുന്ന അല്ലെങ്കിൽ പ്രത്യേക കഴിവുകളുള്ള ആളുകളാണ് ഏഞ്ചൽസ് എന്ന് കരുതപ്പെടുന്നത്. സോ അവർ പോലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ വിഡ്ഢികൾ തീരെ ശ്രദ്ധിക്കില്ല. അവർ ഏഞ്ചൽസ് പോലും ഗൗരവമായി ശ്രദ്ധയോട് കൂടി കാണുന്ന കാര്യങ്ങളെ പോലും വിഡ്ഢികളാണ് നിസ്സാരമായി കാണുന്നത്. ദെൻ അടുത്തത്, which work published in 1899. ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തത് 1899 പക്ഷേ was given the date of the emerging century to denote its epochal character. പക്ഷേ അതില് വർഷം കൊടുത്തിട്ടുള്ളത് അടുത്ത ഒരു നൂറ്റാണ്ടിന്റെ പേരാണ്. അപ്പൊ അടുത്തൊരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി, ആ ഒരു രചന നിർവഹിച്ച കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി അതിൽ കൊടുത്തിട്ടുള്ള വർഷം 90,000 ആണ്. ഏതാണ് ആ ഒരു രചന? സോ മനസ്സിലാക്കുക, ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്ന സിഗ്മണ്ട് ഫ്രോയിഡിന്റെ വർക്കിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അത് എഴുതിയിട്ടുള്ളത് 1899 ആണ്. പക്ഷെ ആ ഒരു സെഞ്ചുറിയുടെ പേര് റൗണ്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. സോ ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് പബ്ലിഷ്ഡ് ഇൻ 1899. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകമാണ് ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ്. അപ്പൊ അതില് കൊടുത്തിരിക്കുന്ന വർഷം 90 എന്നാണ്. കാരണം അത് ഒന്ന് റൗണ്ട് ചെയ്ത് ആ ഒരു നൂറ്റാണ്ടിലേക്കുള്ള ഒരു സൂചന നൽകുന്നതിന് വേണ്ടി റൗണ്ട് ചെയ്ത് യൂസ് ചെയ്തിട്ടുള്ളതാണ്. ദെൻ അടുത്തൊരു പ്രസ്താവന ചോദ്യമാണ്, ഐഡന്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റിംഗ് ടു ഓപ്പറന്റ് ലേണിംഗ്. ഓപ്പറന്റ് ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ട
ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. The classical idea of conditioning involves involuntary reaction to a stimulus. സോ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ക്ലാസിക്കൽ കണ്ടീഷനിങ് നമുക്കറിയാം ഇവാൻ പാവ്ലോവിന്റെ ആണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങില് ഇൻവോളണ്ടറി റിയാക്ഷൻസിനെ കുറിച്ചാണ്, അഥവാ നമ്മുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത റിയാക്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. അത് ശരിയാണോ? ശരിയാണ് അല്ലെ. ഇൻവോളണ്ടറി റിയാക്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഓപ്പറന്റ് കണ്ടീഷനിങ് ആരുടേതാ? ഓപ്പറന്റ് കണ്ടീഷനിങ് സ്കിന്നറിൻ്റെതാണ്. അതിനകത്താണ് നമ്മുടെ നിയന്ത്രണത്തിലുള്ള വോളണ്ടറി റിയാക്ഷൻസിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇൻവോളണ്ടറി റിയാക്ഷൻസ് നമ്മുടെ ഡോഗിന്റെ പരീക്ഷണമൊക്കെ ഓർമ്മയില്ലേ, സലൈവ സെക്രീറ്റ് ചെയ്യുന്നത് പോലുള്ള. അപ്പൊ അതൊന്നും മനുഷ്യന്റെ നിയന്ത്രണത്തിലുള്ളതല്ല, ഇൻവോളണ്ടറി റിയാക്ഷൻ ആണ് കേട്ടോ. ഇൻവോളണ്ടറി റിയാക്ഷൻ ടു എ സ്റ്റിമുലസ്. ഒരു സ്റ്റിമുലസിന്റെ ഇൻവോളണ്ടറി റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ പറയുന്നത്. ഓപ്പറന്റ് കണ്ടീഷനിൽ പറയുന്നത് വോളണ്ടറി റിയാക്ഷനെ കുറിച്ചാണ്. ദെൻ സ്റ്റേറ്റ്മെന്റ് 2ലേക്ക് വരാം. ഓപ്പറന്റ് കണ്ടീഷനിങ് ഇൻവോൾവ്സ് എ ചേഞ്ച് ഇൻ ബിഹേവിയർ. നമ്മുടെ സ്വഭാവത്തിലുള്ള മാറ്റത്തെ കുറിച്ചാണ് ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ പറയുന്നത് അല്ലെ. ഇത് രണ്ടും ബിഹേവിയറിസത്തിന്റെ ഐഡിയാസ് ആണ്. ബിഹേവിയറിസത്തിന്റെ ഐഡിയാസിൽ പറയുന്നത് തന്നെ ഒരാളുടെ സ്വഭാവം എങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ചാണ്. അപ്പൊ രണ്ട് കറക്റ്റ് ആണ്. ബോത്ത് 1 and 2 are correct. So the main difference between classical and operant conditioning is that classical conditioning involves associating an involuntary response അല്ലെ. ഒരു ഇൻവോളണ്ടറി റെസ്പോൺസ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അത് കറക്റ്റ് അല്ലേ? അത് കറക്റ്റ് ആണ്. Then and a stimulus, while operant conditioning is about associating a voluntary behavior and a consequence. ഓപ്പറന്റ് കണ്ടീഷനിൽ പറയുന്നത് നമ്മൾ സ്വയം ബോധത്തോടെ നമ്മുടെ അവയർനെസ്സോട് കൂടി ചെയ്യുന്ന കാര്യവും അതിന്റെ കോൺസിക്വൻസ് ആണ് പറയുന്നത് അല്ലെ. എലി വന്ന് അവർ ലിവറിൽ തട്ടുന്നതും അത് കാരണമായിട്ട് എലിക്ക് മില്ലറ്റ് കിട്ടുക അല്ലെ. എലി ചെയ്യുന്നത് വോളണ്ടറി ബിഹേവിയർ ആണ്. എലി ഉദ്ദേശിച്ചാലേ അത് ചെയ്യാൻ കഴിയും. സലൈവ സെക്രീറ്റ് ചെയ്യുന്ന പോലെ അല്ലല്ലോ. ഓക്കെ അല്ലേ? Then operant conditioning is a learning process that specifically focus on modifying behavior through the association of consequence. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി, ആ പ്രവൃത്തിയുടെ കോൺസിക്വൻസ് അനുസരിച്ച് നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരും അല്ലെ. അതിനെക്കുറിച്ചാണ് ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ പറയുന്നത്. അതിനെ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയും. നമ്മൾ ചെയ്യുന്നത് അത് ഡിസൈറബിൾ ആയിട്ടുള്ള കാര്യമാണ് എങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യും? ആ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തും. റീഇൻഫോഴ്സ്മെന്റ് പ്രബലനത്തിലൂടെ അത് ഉറപ്പിക്കും. അപ്പൊ നമ്മൾ റിവാർഡോ പണിഷ്മെന്റോ കൊടുത്തുകൊണ്ട് അതിനെ ഉറപ്പിക്കുന്നു വിത്ത് വോളണ്ടറി ആക്ഷൻ. എസെൻഷ്യലി മീനിങ് ദാറ്റ് എ ബിഹേവിയർ ചേഞ്ച് ഇസ് എ കീ എലമെന്റ് ഓഫ് ഓപ്പറന്റ് കണ്ടീഷൻ. അപ്പോൾ ബിഹേവിയറിസം മൊത്തത്തിൽ സ്വഭാവത്തെ കുറിച്ചാണ് പറയുന്നത് എങ്കിലും സ്വഭാവ മാറ്റത്തിന്റെ കീ എലമെന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഓപ്പറന്റ് കണ്ടീഷനിലാണ് കേട്ടോ. റീഇൻഫോഴ്സ്മെന്റിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സ്വഭാവത്തെ സ്ട്രോങ് ആക്കുന്നു. റീഇൻഫോഴ്സ്മെന്റിലൂടെ ഒരു സ്വഭാവത്തെ സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ദെൻ അടുത്ത ചോദ്യം ഇതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. ഞാൻ ആ ചോദ്യം വീണ്ടും വായിക്കുന്നില്ല. ബ്രിട്ടീഷുകാർക്കും അമേരിക്കൻസിനും ഇടയിൽ ഒരു വേർഡ്സിന്റെ മീനിങ് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആ വേർഡ് ഏതാണെന്ന് ചോദിച്ചാൽ ടേബിൾ എന്ന വേർഡാണ് കേട്ടോ. ടേബിൾ എന്ന വേർഡാണ്. സോ ഇൻ അമേരിക്കൻ ഇംഗ്ലീഷ് ടേബിളിംഗ് സംതിങ് means to postpone or put it aside. ഒരു കാര്യം മാറ്റി വെക്കുക അല്ലെങ്കിൽ നീട്ടി വെക്കുക എന്നാണ് അമേരിക്കൻ ഇംഗ്ലീഷിൽ ടേബിളിംഗിന്റെ അർത്ഥം. While in British English it generally means to introduce or bring up a topic for discussion. എന്നാൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷിലേക്ക് വരുന്ന സമയത്ത് ഒരു കാര്യം ചർച്ചയ്ക്ക് എടുക്കുക എന്നുള്ള അർത്ഥത്തിനാണ്. So potentially leading to misunderstanding in communication, especially in military situations. So military situationൽ ഇത് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കി അല്ലെ. അമേരിക്കൻ ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം അത് മാറ്റിവെക്കുക എന്നാണ്. ഇവിടെയോ അതിന്റെ നേരെ ഓപ്പോസിറ്റ്, ചർച്ചയ്ക്ക് എടുക്കുക. ഏകദേശം കോൺട്രഡിക്ടറി ആയിട്ട് വരുന്നില്ലേ? അതുകൊണ്ട് തന്നെ ഈ ഒരു ടേബിൾ എന്ന പദം കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരുന്നു. സോ ഡിയർ ഫ്രണ്ട്സ്, 2025 10 ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.